എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത് ആസ്മ എന്ന വിഷയത്തെ പറ്റിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ആസ്മ എന്ന് പറയുന്നത് ഒരു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന ഒരു രോഗമാണ്. അത് വന്നവർക്കറിയാം അതിൻ്റെ പ്രയാസം എന്താണെന്ന്. കാരണം ഈസി ആയിട്ടൊന്ന് ബ്രീത്ത് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കില്ല. നമുക്കറിയാം ശ്വാസം കിട്ടാതെ വന്നാൽ എന്തായിരിക്കും അവസ്ഥ. അപ്പം അതുതന്നെയാണ് ഒരു ആസ്മ രോഗി ഫേസ് ചെയ്യുന്നത്. പലപ്പോഴും അവർക്ക് ശ്വാസം കിട്ടാതെ വരും, ശ്വാസം ബ്രീത്ത് എടുക്കാൻ അവർക്ക് കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വരും. അപ്പം മരണത്തെ മുമ്പിൽ കാണുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലയോ, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന രോഗികളാണ് ആസ്മ രോഗി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് നോക്കുവാനായിട്ട് പോകുന്നത് ഈ ആസ്മ രോഗികൾ അവരുടെ മെഡിക്കേഷൻ എന്ന് പറയുന്ന ഇൻഹേലറും സ്പ്രേ, നാസൽ സ്പ്രേ, അതേപോലെ ഓറൽ സ്പ്രേ, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പ്രേ മെഡിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിലീഫ് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ നിന്നൊരു ശാശ്വത പരിഹാരം അവർക്ക് ലഭിക്കുന്നില്ല. തീർച്ചയായിട്ടും നമുക്കിന്ന് ചിന്തിക്കാനായിട്ടുള്ളത്, ആസ്മ എന്ന് പറയുന്ന അസുഖം ഒരു മാറാരോഗമാണോ, അതോ ഇതിൽ നിന്നൊരു മോചനം ലഭിക്കുന്നില്ലേ? നമുക്ക് എന്തുകൊണ്ടാണ് ഈ ആസ്മ എന്ന് പറയുന്ന രോഗത്തിന് ഒരു ശാശ്വത പരിഹാരം ലഭിക്കാത്തത് എന്ന് നമുക്ക് നോക്കാം. ആസ്മ എന്ന അസുഖത്തെപ്പറ്റി നമ്മൾ ഗൂഗിൾ നോക്കിയാലും ഏതൊരു ഡോക്ടറെ അടുത്ത് ചോദിച്ചാലും ആദ്യം അവർ പറയുന്നത് അലർജിക് ബ്രോങ്കൈറ്റിസ് ആണ് ഇതിൻ്റെ റീസൺ എന്നാണ് പറയുന്നത്. ആസ്മ എന്ന് പറയുന്നത് തന്നെ ബ്രീത്തിങ് ഷോർട്ട്നെസ്, അതായത് നമുക്ക് ബ്രീത്ത് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യത്തെയാണ് ആസ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് അലർജിക് ബ്രോങ്കൈറ്റിസ് ആണ്. എന്താണ് അലർജിക് ബ്രോങ്കൈറ്റിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് അലർജി തന്നെയാണ്. അലർജി മൂലം നമ്മുടെ ഈ നാസൽ പാസേജ് അല്ലെങ്കിൽ ബ്രോങ്കിയൽ ട്രാക്റ്റ്, നമ്മുടെ ലങ്സിലേക്ക്, ശ്വാസകോശത്തിലേക്ക് നമ്മുടെ മൂക്കിൽ നിന്ന് പോകുന്ന ഈ ട്യൂബിന് ഇൻഫെക്റ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന അവസ്ഥയാണ്, അല്ലെങ്കിൽ ബ്രീത്ത് കിട്ടാതെ വരുന്ന സാഹചര്യമാണ് ആസ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി, അലർജിക് ബ്രോങ്കൈറ്റിസ് ആണ്. അപ്പോൾ ഈ അലർജിക് ബ്രോങ്കൈറ്റിസ് കൊണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് ബ്രീത്ത് കിട്ടാതെ വരുന്നത് എന്ന് ചോദിച്ചാൽ കാര്യം വളരെ സിമ്പിളാണ്. നമ്മുടെ ലങ്സ് എന്ന് പറയുന്നത് രണ്ട് ബലൂൺ പോലിരിക്കുന്ന ഓർഗനാണ്. ഇതിലേക്ക് എയർ നമ്മുടെ നോസിലൂടെയാണ്, ഈ നാസൽ ക്യാവിറ്റിയിലൂടെയാണ് നമ്മൾ ബ്രീത്ത് എടുക്കുന്നത്. അപ്പോൾ ഈ അലർജിക്കാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ മൂക്കിൻ്റെ ഈ ചാനൽ എപ്പോഴും വെറ്റായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ ഫിസിക്സ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും, ഒരു നനഞ്ഞ ട്യൂബിലൂടെ എയർ പാസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ എയറിന് എന്ത് സംഭവിക്കും? ഹ്യൂമിഡിറ്റി ഉണ്ടാവും. നമ്മൾ ബ്രീത്ത് എടുക്കുന്നത് ഡ്രൈ ആയിട്ടുള്ള എയർ ആണെങ്കിലും നമ്മൾ ഈ നനഞ്ഞ ട്യൂബിലൂടെ അലർജിക്കാർ ബ്രീത്ത് എടുക്കുമ്പോൾ ഇവരുടെ ലങ്സിലേക്ക് ചെല്ലുന്ന എയർ എന്ന് പറയുന്നത് ഹ്യൂമിഡിറ്റി നിറഞ്ഞ എയർ ആയിരിക്കും ഇവരുടെ ലങ്സിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഊട്ടിയിലൊക്കെ ചെല്ലുമ്പോൾ കോടയൊക്കെ പിടിച്ച് ഹെവി ആയിട്ട് നിൽക്കും. അപ്പോഴാണ് ബ്രീത്തിങ് ഷോർട്ട്നെസ് ഫീൽ ചെയ്യുന്നത്. ഇത് നമുക്കും സാധാരണ ആളുകൾക്ക് ഫീൽ ചെയ്യും. എപ്പോഴാണെന്നറിയോ? മൂന്നാറിലും ഊട്ടിയിലൊക്കെ നല്ല തണുപ്പുള്ള സീസണിൽ പോയി കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അവിടുത്തെ ആ മോയ്സ്ചർ കൂടിയ ആ എയർ നമ്മൾ ബ്രീത്ത് എടുക്കുമ്പോൾ നമുക്കും ഒരു ബ്രീത്തിങ് ഷോർട്ട്നെസ് ഫീൽ ചെയ്യും. ഇത് അവർക്ക് നിത്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആസ്മ രോഗികളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു, ബ്രീത്തിങ് ഷോർട്ട്നെസ് വരുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നാസൽ ചാനൽ, അല്ലെങ്കിൽ മൂക്കിൻ്റെ ഈ ചാനൽ വെറ്റായിട്ടിരിക്കുമ്പോൾ അതിലൂടെ ബ്രീത്ത് എടുക്കുന്നത് കൊണ്ടാണ് ലങ്സിൻ്റെ ഉള്ളിൽ ഈർപ്പം നിറഞ്ഞ എയർ നിറഞ്ഞ് ഫില്ലാവുന്നത്. അതുകൊണ്ടാണ് ബ്രീത്തിങ് ഷോർട്ട്നെസ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് സൊല്യൂഷനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇൻഹേലർ എടുക്കും. നമ്മൾ ഇൻഹേലർ എടുത്ത് പഫ് എടുത്ത് വലിക്കുമ്പോൾ ആ പഫ് എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അത് നമ്മൾ പഫ് എടുക്കുമ്പോൾ ഈ മെഡിസിൻ നമ്മുടെ ലങ്സിനുള്ളിലെ ഈ ഹെവി ആയിട്ടിരിക്കുന്ന ഈ എയറിനെ, മിസ്റ്റ് നിറഞ്ഞിരിക്കുന്ന ഹ്യൂമിഡിറ്റി ആയിട്ടിരിക്കുന്ന ഈ എയറിനെ പെട്ടെന്ന് ഡ്രൈ ആക്കും. ഡ്രൈ ആക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് എയർ അകത്തേക്ക് ബ്രീത്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഫ് എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ലങ്സിൻ്റെ ഉള്ളിൽ ഹെവി ആയിട്ട് നിന്ന് എയറിനെ പെട്ടെന്ന് ഡ്രൈ ആക്കി നമുക്ക് ഈസി ആയിട്ട് ബ്രീത്ത് എടുക്കാനായിട്ടുള്ളൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ രോഗകാരണം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ നാസൽ ചാനൽ വെറ്റായിട്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ലങ്സിൽ എന്ത് സംഭവിച്ചത്?
ഈ എയറിന് ഹ്യൂമിഡിറ്റി പിടിച്ചത്. എന്നാൽ നമ്മൾ ട്രീറ്റ് ചെയ്തത് എന്തുവാ? ഈ എയറിനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഡ്രൈ ആക്കിയത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിസിൻ്റെ ഇഫക്റ്റ് തീരുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് പറ്റും? വീണ്ടും നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി സംഭവിക്കും. കാരണം എന്താണ്? ഇതിൻ്റെ കാരണം അവിടെ തന്നെ നിൽക്കുകയാണ്. കാരണത്തെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇൻഹേലർ എടുക്കുന്നവർ ഇൻഹേലർ എടുത്തുകൊണ്ടേയിരിക്കുന്നത്. കാരണം ഇൻഹേലർ എടുത്തതുകൊണ്ട് ഒരു ആസ്മ രോഗിക്കും ശാശ്വതമായിട്ടുള്ള പരിഹാരം ലഭിക്കുന്നില്ല. അതിൻ്റെ കാരണം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആസ്മ എന്ന് പറയുന്ന രോഗത്തിൻ്റെ കാരണത്തെ അല്ല നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, നമ്മൾ താൽക്കാലികമായിട്ടുള്ള റിലീഫാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആസ്മ എന്ന് പറയുന്ന അസുഖം മാറാ രോഗമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആസ്മ രോഗികളുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. ആസ്മ എന്ന് പറയുന്ന അസുഖം മാറണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങളുടെ അലർജിയെ ട്രീറ്റ് ചെയ്യണം. അലർജി എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലഡിൽ അലർജി ഫാക്ടർ ഹൈ ആണ്. അതുകൊണ്ട് നിങ്ങളുടെ മൂക്കിൽ അഡിനോ ഗ്ലാൻഡ്, ടോൺസിൽ ഗ്ലാൻഡ്, നിങ്ങളുടെ സ്കിൻ ഇതെല്ലാം ഹൈപ്പർ ആക്റ്റീവ് ആവും. ഇങ്ങനെ ഹൈപ്പർ സെൻസിറ്റീവ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ മൂക്കിന് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവും. നിങ്ങളുടെ മൂക്കിന് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മൂക്കിൻ്റെ ഈ ചാനൽ വെറ്റാവും, നനഞ്ഞിരിക്കും, ഹ്യൂമിഡിറ്റി പിടിക്കും. അപ്പോഴാണ് നിങ്ങൾക്ക് ആസ്മ എന്ന് പറയുന്ന പ്രോബ്ലം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എല്ലാ അലർജിക്കാർക്കും ആസ്മ രോഗമില്ലല്ലോ? ഇല്ല, അലർജിക്കാർക്ക് ഓരോ സിംറ്റംസും വേരിയാണ്. എല്ലാവർക്കും എല്ലാ ലക്ഷണങ്ങളും വന്നോണം എന്നില്ല. അപ്പോൾ ഓരോരുത്തർക്ക് ലക്ഷണങ്ങൾ ഡിഫറൻ്റ് ആയിട്ട് വന്നേക്കാം. ചിലർക്ക് ആസ്മയായിട്ട് വന്നേക്കാം, ചിലർക്ക് തുമ്മലായിട്ട് വന്നേക്കാം, ചിലർക്ക് സൈനസൈറ്റിസ് ആയിട്ട് വന്നേക്കാം, ചിലർക്ക് കണ്ണ് ചൊറിച്ചിലും ചെവി ചൊറിച്ചിലൊക്കെ ആയിട്ട് വന്നേക്കാം. ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ വന്നേക്കാം. ആസ്മ എന്ന് പറയുന്ന പ്രശ്നം മാറണമെങ്കിൽ നമ്മൾ അതിൻ്റെ റൂട്ട് കോസ് നമ്മൾ കറക്റ്റ് ചെയ്യണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലർജി കൊണ്ടുണ്ടാകുന്ന ബ്രോങ്കൈറ്റിസ് ആണ് അതിൻ്റെ റീസൺ. അത് ക്ലിയർ ആക്കുക. നിങ്ങൾ നിങ്ങളുടെ മൂക്കിൻ്റെ ചാനൽ ക്ലിയർ ആക്കിയാൽ നിങ്ങളുടെ ആസ്മ എന്ന് പറയുന്ന പ്രശ്നം എന്നേക്കുമായിട്ട് മാറും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആസ്മയുടെ ചികിത്സയിലേക്ക് വരുമ്പോൾ നമ്മൾ ആസ്മയ്ക്ക് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? അലർജിയെ ട്രീറ്റ് ചെയ്യുക. നിങ്ങളുടെ നാസൽ ക്യാവിറ്റി, അതായത് മൂക്കിൻ്റെ ഇവിടം തൊട്ട് നിങ്ങളുടെ ലങ്സ് വരെയുള്ള ഈ ചാനൽ ഡ്രൈ ആയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആസ്മ എന്ന് പറയുന്ന അസുഖം പിന്നീട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ആസ്മ എന്ന് പറയുന്ന അസുഖത്തെപ്പറ്റിയും അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നുള്ളതും അതിനുള്ള ചികിത്സ അല്ലെങ്കിൽ അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം. താങ്ക് യു.